ഈ പുഴയും കടന്നിലണമെങ്കിൽ ഗംഗയും കാവേരിയും യമുനയെ കണ്ടെത്താനായിട്ട് ശബ്ദമെടുത്തിറങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഒടുവിൽ അവർ അതിൽ വിജയിക്കുന്നതും കാണാം. വിജയിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത് നെവിനാണെന്നും കാണാം. നെവിൻ തൻ്റെ സഹോദരൻ്റെ ചതി തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വിനീതിനെയും കാവേരിയെയും ഗംഗയെയും വിളിച്ച് നിവിൻ ഒരു സ്ഥലത്തേക്ക് വരുത്തുന്നുണ്ട്. അതിനുശേഷം നിവിൻ അന്വേഷിച്ച കാര്യങ്ങളെല്ലാം അവരോട് തുറന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നെവിൻ പറയുന്നുണ്ട്, അവർ ഈ ചുരമിറങ്ങി താഴെ എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ തന്നെയുണ്ട്, അവിടെ ഉണ്ടെന്നാണ് സൂചന ലഭിച്ചത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ യമുനയും ഉണ്ടാക്കും എന്ന് പറയുന്നു. അത് കേട്ടതും ഗംഗയും കാവേരിയുമെങ്കിൽ ഇപ്പം തന്നെ അവിടേക്ക് തിരിക്കണം, അവിടെ ചെന്ന് അവരെ പിടിക്കണം, അവനെ പിടികൂടി എൻ്റെ സഹോദരിയെ രക്ഷിക്കണമെന്ന് ശബ്ദമെടുക്കുന്നത് കാണാൻ സാധിക്കും. വിനീതും അങ്ങനെ തന്നെ. ഇപ്പം അവർക്കൊരു ആൺതുണ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയാലും ചോദിക്കാൻ വിനീതുണ്ട് എന്ന് കാണാൻ സാധിക്കും. വിനീതിൻ്റെ കൂട്ടുകാരൻ നെവിനായതുകൊണ്ട് തന്നെ അവർ 4 പേരും വണ്ടിയിൽ തന്നെ പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന സംഭവബഹുലമായ കാഴ്ചയാണ്. നമ്മുടെ യമുനയെ എവിടെയാണ് എന്ന് വിശാലിനോട് ചോദിക്കുമ്പോൾ വിശാൽ തനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിശാലിന് 2 പൊട്ടിക്കുന്ന നമ്മുടെ വിനീതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിനീത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കാവേരിയും തല്ലുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, ഇവനെ തല്ലിയിട്ടോ കൊന്നിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല, നമുക്ക് നമ്മുടെ സഹോദരിയാണ് വലുത് ഗംഗയെന്ന് കാവേരി, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവനെ തടഞ്ഞ ശേഷം വിനീത് പറയുന്നുണ്ട്, ഗംഗേ കാവേരി നിങ്ങൾ അകത്ത് കയറി നോക്ക് എന്ന് പറയുമ്പോൾ ഗംഗയും കാവേരിയും അകത്ത് കയറി നോക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നത് യമുനയെ വായൊക്കെ കെട്ടി അടിച്ച് അവശതയാക്കി എവിടെ കട്ടിനടിയിൽ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ കാണാൻ സാധിക്കുക. അപ്പോഴേക്കും കാവേരിയും ഗംഗയും പൊട്ടിക്കരയുന്നത് കാണാൻ